ജസീല പർവീൻ, ടി വി ആക്ട്രസ്, കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ജസീല പർവീനെ കൂടുതലായിട്ട് അറിയുന്നത് നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിൽ കണ്ടിട്ടാണ്. ഓക്കെ, ജസീല പർവീൻ കുറച്ചധികം സിനിമകളും സീരിയൽ അങ്ങനെയൊക്കെ കുറേ ടി വിയിലാണ് അവരുടെ ഒരു ഫെയിം കിടക്കുന്നത്. ആൻഡ് ഷീസ് ഫ്രം കൂർഗ്. ഓക്കെ, കൂർഗിൽ നിന്ന് വന്ന് ഇവിടെ സെറ്റിലായ ഒരാളാണ് ജസീല പർവീൻ. ഈ ജസീല പർവീൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് സ്റ്റോറീസ് ഇന്നലെ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ലിറ്ററലി കണ്ടപ്പോൾ ഞെട്ടിപ്പോയ കുറച്ച് സ്റ്റോറീസാണ്. ഓക്കെ, നമ്മൾ പലപ്പോഴായിട്ട് സെലിബ്രിറ്റി, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ലൈഫ് ഇപ്പോഴും ഭയങ്കര എന്താ പറയുക, തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും സ്റ്റിൽ അതാണ് കിടക്കുന്നത്. ബട്ട് ദ റിയൽ റിയാലിറ്റിയിൽ അവർ ലൈഫിൽ എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്, എന്താണ് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഗസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പുറത്ത് കാണുന്ന തിളക്കം സെലിബ്രിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാറുകളുടെയൊക്കെ അതൊരു റിയൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും മനസ്സിലാവില്ല നമുക്ക്, അൺടിൽ അൺലെസ് ദേ ഷെയർ ദിസ് ടു അസ്. ഓക്കെ, എന്താണെങ്കിലും ഇവരുടെ സ്റ്റോറീസിലൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോകാം. ഫസ്റ്റ് സ്റ്റോറി ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ 24 hours ആയതുകൊണ്ട് പല സ്റ്റോറീസും എക്സ്പയർ ആവും. സോ ഒരു സ്റ്റോറി ഇങ്ങനെയാണ്: ദിസ് ബോഡി ബിയേഴ്സ് ദ ബാറ്റിൽ ബട്ട് മൈ ഹേർട്ട് ക്യാരീസ് ദ വിക്ടറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റ്. അപ്പോൾ കയ്യിലൊക്കെ കുറച്ച് ബ്രൂസൊക്കെ കാണാനുണ്ട്. ഓക്കെ, ആൻഡ് ദ വെരി നെക്സ്റ്റ് സ്റ്റോറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറിയിൽ only few people know what I was going through. Finally, you are all I am breaking my heart out. കുറച്ച് ആളുകൾക്ക് അറിയും, ഇപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ. ഓക്കെ, അതിന് സൈഡിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഓൺ ദ മോർണിംഗ് ഓഫ് December 31st. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നത് 2024 December 31. I woke up with no idea that the every next night would shatter my life forever. I thought it was just another day, another year to step into, but instead I stepped into a bed of blood, a night of pain, and a silence that tried to swallow me whole. അതായത് അവരുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഒരു വ്യക്തി, ആ വ്യക്തി ഇവരുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി യൂ ടേൺ അടിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ കല്യാണം കഴിച്ച് സെറ്റിലായവരും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പൊക്കെ നമുക്കൊക്കെ പല ഇഷ്ടങ്ങളും കാണും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ തന്നെ, ഇപ്പോൾ എനിക്കൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട ആളെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. നമുക്കൊക്കെ നമ്മളുടെ ഒരു ടീൻ സമയത്ത്, നമ്മളുടെ ഒരു 20-25 ആ ഒരു വൈബിലൊക്കെ നമുക്കൊക്കെ ഇഷ്ടംപോലെ, ഞാൻ പറയുന്ന ഒരു ഏജ് ഗ്രൂപ്പല്ല, മാക്സിമം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ നമുക്കൊക്കെ പ്രണയങ്ങളുണ്ടാവും. കോളേജ് ടൈംസിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്രണയങ്ങളുള്ള ആളുകളാവും നമ്മളൊക്കെ. ഇനിയില്ല, ആ ഏജ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും പ്രണയിക്കുന്നവരുണ്ട്. ഓക്കെ, പ്രണയം എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ലിമിറ്റൊന്നുമില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു നമ്പർ ഇട്ടിട്ട് നമുക്ക് അതിനെ നിർത്താൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇറ്റ്സ് എ പ്യുവർ ഇമോഷൻ. ഫൈൻ. അപ്പോൾ ഇവരുടെ ഒരു പ്രണയത്തിലുണ്ടായ ഒരു ബ്രേക്കപ്പ്, അത് ഇവർക്ക് കൊടുത്തൊരു മെൻ്റൽ ഫിസിക്കൽ ടോർച്ചറിനെ കുറിച്ചിട്ടാണ് ഇവർ എഴുതിയിട്ടുള്ളത്. ആൻഡ് സം പിക്ചേഴ്സ് ആർ ലൈക്ക്, മാൻ, നമുക്ക് കാണാൻ പറ്റില്ല ഇവരനുഭവിച്ച ഒരു എന്താ പറയുക, അത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു ആക്രമണം നേരിട്ടിട്ടാണ് അവർ ആ ഒരു ഫോട്ടോസ്, ആ പല ഫോട്ടോസും ഇൻസ്റ്റാഗ്രാം ബ്ലേഡാണ്. അവർ ഇൻസ്റ്റാഗ്രാം തന്നെ ബ്ലേഡാക്കി വിട്ടിട്ടുണ്ട് പല ഫോട്ടോസും, നമുക്ക് കാണാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസാണ്. എന്താണെങ്കിലും ആ ഇൻസിഡൻറ്റ് ഉണ്ടായതിലേക്ക് വീണ്ടും ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് അതിന് ആൻസർ കൊടുത്തപ്പോഴാണ് അവർ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് എഴുതിയിട്ടുള്ളത്. ഓൺ 31st December after New Year party at Le Méridien, I had an argument with Don Thomas. വ്യക്തിയുടെ പേര് ഡോൺ തോമസ് എന്നാണ്. ഈ ഡോൺ തോമസ്, he kicked me twice in the stomach, punched my face multiple times, including with his bangle, causing a facial tear that required plastic surgery. He initially refused to take me to the hospital, later agreed on the condition that I lie and say I fell down. At the hospital, he himself lied the scene. After some days, I filed a complaint. The case is now ongoing. ഇത്രയും കാര്യം അവർ ഒരു ചോദ്യത്തിന്
ഉത്തരം കൊടുത്തിട്ടുണ്ട്. ആസ്മിയെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടപ്പോൾ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഇവർ ആദ്യം വിട്ട പോസ്റ്റ് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹി വാസ് ഡ്രങ്ക്, ഹി വാസ് നോട്ട് ഇൻ കൺട്രോൾ, ആൻഡ് വെൻ he lost himself, I lost my safety, my dignity, my peace. The next morning, as if nothing had happened, he even spoke about breakup. And what I do, I still went to a party with him, thinking maybe if I could just make him happy, maybe if I smiled, maybe if I stayed, things would turn back to normal. ഒരു റിലേഷൻഷിപ്പിൽ എപ്പോഴും സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഇവിടെയാണ്. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ട്ണർക്ക് നമ്മൾ ആവശ്യമില്ല. ഓപ്പോസിറ്റ് പാർട്ട്ണർ നമ്മളെ ചതിക്കുക എന്നുള്ള റിയലൈസേഷൻ നമുക്ക് വന്നാലും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ആ റിലേഷനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ ടോക്സിസിറ്റി മൊത്തം സഹിക്കും. അത് അടി ഇടി തൊഴി ബാഡ് വേർഡ്സ് എന്താണെങ്കിലും സഹിക്കും. സഹിച്ച് പുഴുത്തു ഒരു റിലേഷനായിട്ട് നിൽക്കും. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഒരു ചെറിയ പരിധി വരെ ഒരാളുടെ ആങ്കർ നമുക്ക്, ഇപ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറുടെ ആങ്കർ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി സഹിക്കാം. ഓക്കെ, ഒരു പരിധി ഉണ്ട് അതിന്. ഞാൻ പറയുന്നത് കംപ്ലീറ്റ്ലി ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോഴാണ് ഇട്ടിട്ട് പോകണമെന്നൊന്നുമല്ല, അങ്ങനെയൊന്നും ഞാൻ പറയില്ല. ഒരു പരിധി വരെ നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ആളുടെ ഇമോഷൻസ് നമുക്കൊന്ന് സഹിക്കാം. അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൻ്റെയും ക്രോസ് ചെയ്ത് മുകളിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് റിയലൈസ്, നിങ്ങൾ ആ സ്നേഹത്തിൽ ബ്ലൈൻഡ് ആവരുത്. ആയിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ആളത് മുതലെടുക്കാൻ തുടങ്ങും. മുതലെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പട്ടി വില പോവുക റിലേഷൻ. മനസ്സിലായില്ലേ? ആ ഒരു അവസ്ഥയിൽ നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ പോലെ അയാളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിലോ നിങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകും. ഇത് ഞാൻ ജസീല പർവീൻ്റെ പല വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഷീസ് എ ഫിറ്റ്നസ് ഫ്രീക്ക്, ഫിറ്റ്നസ് മോഡൽ എന്നുള്ള നിലയ്ക്കൊക്കെ അവർ ഒരുപാട് ഫിറ്റ്നസ്സൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. ജിം ട്രെയിനിങ് വീഡിയോസൊക്കെ എപ്പോഴും അപ്ലോഡ് ചെയ്യാറുണ്ട്. ആൻഡ് അവർ, എനിക്ക് തോന്നുന്നു 2024 ഒരു ജാനുവരിയിലൊരു ബ്രേക്കപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ അവരത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മനുഷ്യനാണ്, ലൈഫിൽ പല പല റിലേഷൻസ് നമുക്കുണ്ടാവും. ഷോർട്ടായിരിക്കാം, ലോങ് ആയിരിക്കാം. നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വിൽ മൂവ് ഓൺ. ഓക്കെ, പിന്നെ കല്യാണം എന്ന് പറഞ്ഞ സ്റ്റേജ് എത്തുന്നത് നമുക്ക് ഓക്കെ ആയിട്ടുള്ള റിലേഷൻ ആകുമ്പോൾ നമ്മൾ കല്യാണത്തേക്ക് എത്തും. കൺവെൻഷണൽ ദ തിങ് ഇൻ അവർ എക്കോസിസ്റ്റം. നമ്മളൊരു കല്യാണത്തിലേക്ക്, ഹ്യൂമൻ ബീങ്, ഒരാണും പെണ്ണും കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ പെണ്ണും ഇപ്പം അങ്ങനെ ആരാതൊന്നുമില്ല. നമുക്ക് ആരൊപ്പം ജീവിക്കണോ അവരൊപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജീവിക്കാം. ലിവിങ് ടുഗദറായിട്ടും ജീവിക്കാം, കല്യാണം കഴിച്ചും ജീവിക്കാം, എങ്ങനെയും ജീവിക്കാം. ഓക്കെ, വി ഹാവ് ഓപ്ഷൻസ്, വി ഹാവ് അവർ ഫ്രീഡം, നമുക്ക് ചെയ്യാം. ബട്ട് അങ്ങനെ ജീവിക്കുമ്പോഴും, ഇനി അല്ല കല്യാണം കഴിക്കാതെ ജീവിക്കുമ്പോഴും, റിലേഷനിലിരിക്കുമ്പോഴും എങ്ങനെയാണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് പോയി, അവിടെ ബിട്രയൽ വന്നു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡ് ടോക്സിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ആളാണ്, ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ആളാണ്, മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള പെണ്ണാണ്, ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള പെണ്ണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്നേഹത്തിൽ ബ്ലൈൻഡായി പോയാൽ പിന്നെ വരുന്ന തിരിച്ചടികൾ നമ്മൾ ഈ മരം പോലെ നിന്ന് വാങ്ങേണ്ടി വരും. നിന്നിട്ട് അത് ചീത്തയാവാം, അടിയിടിയാവാം, തൊഴിയാവാം, എന്തും ആവാം, അല്ലെങ്കിൽ പൈസ പറ്റിക്കുന്നതാവാം, ഏത് രീതിയിലുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതിങ്ങനെ വാങ്ങിയിട്ട് ഫ്രീസായിട്ട് ഇങ്ങനെ മരം പോലെ നിൽക്കേണ്ടി വരും ലൈഫിൽ. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് റിയലൈസ് ചെയ്യുമ്പോഴാണ് നമ്മളൊന്ന് ഇങ്ങനെ കുടഞ്ഞ് നീക്കുക, ഞാൻ എന്താ ഈ കാണിക്കുന്നത്, ഞാൻ ഇന്നെ തന്നെ നഷ്ടപ്പെടുത്തിയല്ലോ. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും അങ്ങനെ മരം പോലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ ഈ പറഞ്ഞ ടോക്സിക് സാധനം ഫുള്ള് റിസീവിങ് എൻഡിൽ നിൽക്കുന്ന ആളുകളോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഇവരുടെയൊക്കെ ഈ തുറന്നു പറച്ചിൽ കേൾക്കണം. മനസ്സിലായോ? ഇവരൊക്കെ പോകുന്ന സ്ട്രഗിൾ നിങ്ങൾക്കൊക്കെ നിങ്ങളിരിക്കുന്ന സിറ്റുവേഷനിൽ പുറത്ത് വരാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ ഇറ്റ്സ് റിയലി ഗുഡ്. അതുകൊണ്ടാണ് ഞാനും ഈ ഒരു കണ്ടൻറ്റ് എടുത്ത് വെച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദിസ് മാറ്റർ. ഇവർ ഇങ്ങനെ ആ ഒരു നൈറ്റ് അടിയായി. ഓക്കെ, വെരി നെക്സ്റ്റ് ഡേ ഇയാളൊന്നും സംഭവിക്കാത്ത പോലെ എഗെയിൻ ബ്രേക്കപ്പിനെ കുറിച്ച് ജസീല പർവീനോട് പറയുന്നു. അപ്പോൾ ഇയാൾ നിൽക്കണം ലൈഫിൽ എന്നുള്ള രീതിക്ക് വീണ്ടും ഇയാളുടെ ഒപ്പം പാർട്ടി പബ്ബ് എന്ന് പറഞ്ഞ് പോകുന്നു. പിന്നെയും കാര്യങ്ങൾ മാറുന്നു. പാർട്ടിക്കൊക്കെ പോയി വന്നതിന് ശേഷം ഈ വ്യക്തി, ഈ ജസീല പർവീൻ്റെ നേരത്തെ നമ്മൾ വായിച്ച പോലെ, ഞാനിവിടെ ഇവർ എഴുതിയിട്ടത് കംപ്ലീറ്റ്ലി ഞാൻ വായിക്കുന്നില്ല, കാരണം അത്രയും ബ്രൂട്ടലാണ്. കയ്യിലുള്ള വളയൊക്കെ വെച്ച് കുത്തി ഇവരിട്ട ഒരു ഫോട്ടോനകത്ത്, ആ ഫോട്ടോ എനിക്കിവിടെ വെക്കാൻ പറ്റില്ല. ഓക്കെ, ആ ഫോട്ടോനകത്ത് അവർ വെരി ക്ലിയർ ആയിട്ട് മെൻഷൻ, ആ ഫോട്ടോ നിങ്ങൾക്ക് കണ്ടറിയാം. ഫോട്ടോനെ അവിടെ
ഇൻസ്റ്റയൊക്കെ ബ്ലറാക്കി വിട്ടിട്ടുണ്ട്, കാരണം അതൊക്കെ സീനാണ്. ഇടിച്ചിട്ട് ഇവിടെ ഈ ചുണ്ടിൻ്റെ ഈ രണ്ട് ഭാഗം, ഈ ചുണ്ടിൻ്റെ മുകൾ ഭാഗം വേറെ, താഴെ വേറെ. ഇവിടെ ഒരു ഓട്ടയാണ്, ഒരു വിരൽ കിട്ടിട്ട് അത്രയും വിരലും, ഈ മൂക്കിൻ്റെ ഈ ദ്വാരമില്ല, അതിനേക്കാൾ വലിയൊരു ഓട്ട ഇട്ടിട്ട് അവർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ചെവിൻ്റെ അവിടെ ബ്രൂട്ടൽ ഫോട്ടോസാണ് അവരിട്ടിട്ടുള്ളത്. ഇത്രയും അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോകുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ സീന് ഈ അടുത്തത്. ആൻഡ് ദെൻ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ അവിടെ പോയി കാര്യങ്ങൾ മാറ്റി പറയുന്നു. ഇവർ ഈ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് ലൈഫിലേക്ക് വരുമ്പോൾ ഫ്രണ്ട്സിനോട് ഇവർ പറയുന്നു വീട്ടിൽ വീണതാന്നുള്ളത്. ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ഇവരായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്ക് ഇവരെന്തോ വീട്ടിൽ വീണ കാര്യം മാത്രമേ അറിയുള്ളൂ. ഇവർക്ക് ബ്രൂസൊക്കെ ഉള്ള സമയത്ത് അന്ന് ചോദിച്ചപ്പോൾ അത് മാത്രമേ ഇവർക്ക് അറിയൂന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അവരും ഇപ്പോഴാണ് അറിയുന്നതെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് പറയാൻ പറ്റണം, നമ്മൾ സർവൈവ് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണ്ടേ? അതില്ല. അതാണ് ഈ പ്രേമത്തിൽ ബ്ലൈൻഡായി പോയുള്ള അവസ്ഥ. ഇങ്ങനെയൊക്കെയാണ്. ചെയ്യരുത്. എക്സ്ട്രീം ടോക്സിസിറ്റിയിലൊക്കെ ഇട്ടിട്ട് പോകാൻ പഠിക്കണം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളൂടെ വായിക്കാം. ഐ ഈവൻ ഗെയിം ഹിം one chance. I asked him to write me a letter of apology just to close this chapter with dignity. But instead of honesty, he chose the path of bail and court. FIR filed, objections raised, and still I stood firm. I said I will not oppose his bail, but I never agree to quash this case because this truth is not negotiable. This scar is not erasable. ആലോചിച്ച് നോക്കുക. അവർ അത്രയും ഈ ജസീല പർവീനെ സമ്മതിച്ചു കേട്ടോ. ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും ഈ രീതിയിൽ അയാൾ നിങ്ങളെ ടോർച്ചർ ചെയ്തിട്ടും നിങ്ങളൊരു അപ്പോളജി ലെറ്റർ മാത്രം മേടിച്ച് അയാളെ വിടാൻ വേണ്ടി നിങ്ങളൊരു മനസ്സ് കാണിച്ചു ആദ്യം തന്നെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങളോട് പറയാനില്ല. ഞാൻ പറയുമ്പോൾ അത് ചെയ്യരുത്. നിങ്ങൾ ആദ്യം കേസും കൂട്ടവും കാര്യമൊക്കെ ആയിട്ട് പോകേണ്ടിയിരുന്നു. ഇപ്പം നിങ്ങളെന്തായാലും കേസും കൂട്ടവും കാര്യമായിട്ട് പോകുന്നുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, ആൻഡ് ഐ ലോസ്റ്റ് months of my life, 10 kilos from my body, my work, my confidence, my ability to look people in the eye. I couldn't eat, I couldn't sleep, I couldn't even recognize myself in the mirror. But today I am here telling you this because I survived, because silence has an end. This one of the milestone of my life, and I want it on record. I want the world to know. I want him to take responsibility, because my story is not a whisper, it is not a shame, it is not a weakness. My story is a war cry, it is survival, it is the voice of every drop of blood that once fell, now rising back as strength. So yes, he thought he broke me, but here I am standing before you, opening up, speaking out, and blooming again. This is not just my pain, this is my fight, this is my fire, this is my bloom. ഇതാണ് അവരുടെ ആ ഒരു സ്റ്റോറീൻ്റെ ദ അതർ പോർഷൻ. കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ ഞാനിവിടെ സൈഡിൽ അവർ സ്റ്റോറിയിൽ ഇട്ടത് വെക്കാം. നിങ്ങൾക്ക് ഈ സ്കാർസൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഐ റിയലി അപ്രീഷിയേറ്റ് ജസീല പ്രവീൺ, ബിക്കോസ് നിങ്ങൾ ആ വ്യക്തിയെ കേസ് കൊടുത്ത് എക്സ്പോസ് ചെയ്തു. ഇതാണ് ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ. ഓക്കെ, കേസും കൂട്ടവും കാര്യം ചെയ്തുകൊണ്ട് ഷീ ഓൾറെഡി എക്സ്പോസ്ഡ് ഹിം. ഇതാണ് ആ വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, ഡോൺ തോമസ്. ഇപ്പോൾ ആ അക്കൗണ്ട് ഇല്ല, ഐ ഹവ് സെർച്ച്ഡ്. ആ ഒരു അക്കൗണ്ട് ഇപ്പോൾ കാണാനില്ല. ആളൊരു ഡോക്ടറാണ്. ഓക്കെ, ആളൊരു ഡോക്ടറാണ്. പ്രൊഫഷനൊന്നും അല്ലടേ ചില സംഗതികൾ. ചില മനുഷ്യന്മാരുണ്ടല്ലോ, മൃഗങ്ങളെക്കാ വിഷയമാണ്. മേ ബി കോയിൻ അതർ സൈഡ് കാണും. ഈ വ്യക്തിക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും. ബട്ട് ഇജാതി അടിച്ച് കുത്തി പൊട്ടിച്ച് നമ്മളത് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു ഓൾറെഡി ജസീല പർവീൻ എന്ന് പറഞ്ഞ ആൾ നിങ്ങൾക്ക് നോക്കിയാൽ പറയാം. നിങ്ങൾ അവരുടെ പ്രൊഫൈലിൽ പോയി വയ്ക്കുക. ഷീസ് എ ഫിറ്റ്നസ് ഫ്രീക്ക്. അത്യാവശ്യം ഇപ്പോൾ ഒരു നോർമൽ ഗേളിനെ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് അവർ. അവർ ഈ രീതിയിൽ ഒരാളുടെ അടുത്ത് ഇടി മേടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ഇടിയാവും അവൻ. ഒന്നുമില്ലെങ്കിൽ അവൻ്റെ ആ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അവനോടുള്ള ഒരു ബ്ലൈൻഡ് ട്രസ്റ്റ്, സ്നേഹം കാരണം അവൻ്റെ ഇടി പോലും അവർക്ക് ആ സമയത്ത് ഇവൻ എൻ്റെ കൂടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇടി താങ്ങണമല്ലോ എന്ന് വിചാരിച്ചത് എന്താണോ എന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ആൻഡ് ഇനിയിപ്പോൾ ജസീല പർവീൻ ആരാന്നും അല്ലെങ്കിൽ എങ്ങനെയാണെന്നും അറിയാത്തവർ ചിലപ്പോൾ ഇനി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ
അവരുടെ പഴയ കുറേ ഇൻ്റർവ്യൂസൊക്കെ കാണാൻ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ആ ഇൻ്റർവ്യൂസിനകത്തൊക്കെ അവരുടെ റിലേഷൻഷിപ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അതൊന്നും വെച്ചിട്ട് നിങ്ങൾ ഒരാളെയും പോയിട്ട് ജഡ്ജ് ചെയ്യരുത്. ഫൈൻ. അവർ കുറച്ച് മുമ്പുള്ള MG ശ്രീകുമാറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെ കുറച്ചധികം ഇൻ്റർവ്യൂസ് ജസീല പർവീൻ്റെ ഉണ്ട്. അവർ ഞാൻ പറഞ്ഞല്ലോ കൂർഗിന്ന് വന്ന് ഇവിടെ സെറ്റിൽ ഡൗൺ ആയിട്ടുള്ള ഒരാളാണ്, മലയാളിയല്ല. ഇപ്പോൾ പച്ചവെള്ളം പോലെ മലയാളം പറയുന്നുണ്ട്. ഒരുപാട് വർക്ക് ഉണ്ട് അവർ. സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ ഫെയിം ഷോയുടെ ഭാഗമാണ് അവർ. ആൻഡ് അവർ തന്നെ എന്താ പറയുക, വളരെ ഈസി ആയിട്ട് ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയും ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രണയത്തിലായിരുന്നു കുറച്ച് വർഷം. പിന്നെ ഒരു റിലീജിയൻ ഇഷ്യൂസ് വന്നിട്ട് സോ വി ഹാഡ് ടു ബ്രേക്കപ്പ്. സോ 1.5 വർഷമായി ഇപ്പോൾ ബ്രേക്കപ്പ് ആയിട്ട്. ആളിപ്പോൾ വേറെ സ്റ്റേറ്റിലാണ്, ഞാൻ ഇവിടെയാണ്. അപ്പോൾ അത് ശരിക്കും എന്താ നടക്കാതിരിക്കാനുള്ള ഒരു കാരണം? റിലീജിയൻ ആണ്. സോ അവർക്ക് റിലീജിയൻ പ്രശ്നം. അവർ ആക്ച്വലി ബംഗാളീസ് ആണ്. നോർത്ത് ഇന്ത്യ. അവിടെ ഭയങ്കര ഇഷ്യൂ എന്നാ പറയുന്നത്. എന്നാലും അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യായിരുന്നില്ലേ? നല്ല ആഗ്രഹമുണ്ട്, ഇല്ലാന്നൊന്നുമില്ല. പക്ഷെ ആള് എന്താ പറയാ, സോ ജസ്റ്റ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയി ആള്. ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? കുഴപ്പമൊന്നുമില്ല, കാണിക്കുന്നില്ല. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ ആളായിട്ട്? ഇപ്പൊ റീസെന്റ് ആയിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വിചാരിക്കാം അല്ലേ ഈ ഒരു പ്രണയം? അത് ഞാൻ പറഞ്ഞ ആഗ്രഹമുണ്ട്. ഐ തിങ്ക് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലോ ഇല്ലെങ്കിൽ ഒരു പേജിലോ ഇല്ല എവിടെയെങ്കിലും ആയിക്കോട്ടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആള് സീരിയലൊക്കെ കണ്ടിട്ടുണ്ടോ? കളിയാക്കി ചിരിക്കാറുണ്ട്. ആണോ? ഓക്കെ. ഈ സിനിമ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ഷോ? എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ സിനിമ ഒക്കെ പോയി മുന്നേ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. എന്റെ സിനിമ ഒന്നും കണ്ടിട്ടില്ല. കാണിച്ചു കൊടുക്കണ്ടേ? സോ ആള് വേറൊരു സ്റ്റേറ്റിലായതുകൊണ്ട് പറ്റത്തില്ല. ശരിക്കും ഇത് കണ്ടിന്യൂ ചെയ്തൂടെ ഈ ബ്രേക്കപ്പ് ചെയ്യാതെ? ഇപ്പൊ ഇതൊക്കെ റിലീജിയനൊക്കെ വലിയൊരു കാര്യം തോന്നുന്നുണ്ടോ? എനിക്കതൊരു റിലീജിയൻ വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വീട്ടില് അതാണ് റിലീജിയൻ വേറെ ആയതുകൊണ്ട് സമ്മതിക്കുന്നില്ല. പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് സമ്മതിപ്പിക്കാനൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് പോകാൻ പറ്റിയില്ല. സോ അവൻ അങ്ങോട്ട് കിടക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ അവനെ അവിടെ പോയി കിഡ്നാപ്പ് ചെയ്തേനെ. മറ്റേ സിനിമയിലത്തെ പോലെയാണോ? സൂര്യയുടെ സിനിമയിലെ എവിടെ ഉണ്ടെങ്കിലും കിഡ്നാപ്പ് ചെയ്തേനെ. ആക്ച്വലി ഈ പേടി അവനുള്ളത് കൊണ്ട് അവൻ എവിടെ ഏത് സ്റ്റേറ്റിലുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ അത് കണ്ടുപിടിക്കുമെന്ന് അവൻ അറിയാം. എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് അവൻ ഐ തിങ്ക് 1 year അവൻ എവിടെയാണെന്നുള്ളത് എന്നോട് പറയാതെ ഉണ്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഞാൻ അറിയുന്നത് അവൻ ഇന്ന സ്ഥലത്തിലുണ്ട് എന്ന്. അതുവരെ എനിക്കറിയില്ല. ഈ ട്രാൻസ്ഫർ ആയതറിയാം, അവിടുന്ന് വേറൊരു സൈഡിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. സോ ഐ ഡിഡ്ന്റ് നോ ഏത് പ്ലേസ് ആണെന്നുള്ളത്. പേടിയാണ് പുള്ളിക്ക് ഞാൻ കിഡ്നാപ്പ് ചെയ്യുന്നു. ഈ ഇന്റർവ്യൂ അപ്പായിട്ടുള്ളത് 2024 2 January. ഇപ്പോൾ ഇവർക്ക് ഈ വന്ന ഒരു ആക്രമണം വന്നിട്ടുള്ളത് ഇവരുടെ റീസെൻറ്റ് ബോയ് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു 1 year ടൈം സ്പാനിൽ 2024 Jan to 2025 January. ഓക്കെ, ഒരു 1 year സ്പാനിൽ അവർക്കൊരു റിലേഷൻ പോയ സമയത്താണ് അവരടുത്തൊരു റിലേഷനിലേക്ക് കമ്മിറ്റഡ് ആവണേ തോന്നുന്നു. സോ അപ്പുറത്തൊരു ലോസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻ പോയതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നോസിനെസ് എന്നായിരിക്കാം ഇവരെന്ത് ചെയ്യുന്നത്, അടുത്തൊരു റിലേഷനിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പോൾ ഒരു അത്യാവശ്യം നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ സിറ്റുവേഷൻ അറിയുന്ന ഒരാൾ വന്നപ്പോൾ സ്നേഹിച്ച് ബ്ലൈൻഡായിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇത്ര ഇടിയിട്ട് ഈ രീതിയിൽ ദേഹം മൊത്തം പൊളിഞ്ഞു പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻ കഷ്ടം തന്നെയാണ്. എനിക്ക് ആകെ പറയാനുള്ള അത്രയേ ഉള്ളൂ. മക്കളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോ പ്രേമിച്ചോ സ്നേഹിച്ചോ, ഞാനും പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ്. എനിക്കും പ്രേമവും ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും സ്നേഹിയാണെങ്കിലും അതിലൊന്നും ഈ പറഞ്ഞ പോലെ അടിയും പിടിയും ഉണ്ടായില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ചീത്ത പറച്ചിലും അടിയും പേടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എന്താ പറയുക, ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തുള്ള സെറ്റപ്പിക്കൊന്നും അത് പോവരുത്. മനസ്സിലായോ? ഒരു ലിമിറ്റിലെല്ലാം ഉണ്ടാവും. പ്രേമത്തിനകത്താണെങ്കിലും കല്യാണം കഴിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഒരു റിലേഷൻഷിപ്പിലെല്ലാം ഉണ്ടാവും. ചീത്ത പറച്ചിലും അടിപിടിയും എല്ലാം കാണും. പക്ഷെ ഇതിനൊരു വയലൻറ്റ് ടോക്സിക് ഫേസ് എന്ന് പറയുന്നത് അതൊരു ഏഷ്യൻ സീനാണ്. ഓക്കെ, ഇതൊക്കെ സഹിച്ച് നിന്ന് അവർ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു ഞാൻ അവരെ. ഇതൊക്കെ കണ്ട് പാഠമായിട്ട് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ, ഇവരുടെ ഈ സ്റ്റോറീസും ഇവരുടെ ഈ ലൈഫിൽ നടന്ന സംഭവമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, സ്റ്റിൽ നിങ്ങളിപ്പോഴും അടിയും കുത്തും ചവിട്ടും അല്ലെങ്കിൽ ഈ ടോക്സിക് സാധനം സഹിച്ചിട്ടാണ് ഒരു റിലേഷനിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ പ്ലീസ് മൂവ് ഓൺ ഗൈസ്.
അതൊരു ശരിയായിട്ടുള്ള കാര്യമല്ല. നിങ്ങളെ ചതിക്കുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, കാരണം ഓപ്പോസിറ്റുള്ള ആൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പെരുമാറാനേ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ എങ്ങനെ ഒഴിവാക്കണം എന്നുള്ളപ്പോൾ അവർ എങ്ങനെയും പെരുമാറും, എങ്ങനെയും അറഗൻ്റാവും അവർ, ഏത് രീതിയിലും അവർ ചെയ്യും. നിങ്ങൾക്ക് അവർ പോകരുത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അടിമ പോലെ എല്ലാം സഹിച്ച് നിൽക്കും. ദാറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ. അത് ലാസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളെ സ്വയം നഷ്ടമാവും എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള ഇങ്ങനത്തെ ജസീല പർവീനെ പോലുള്ള ആളുകൾ തുറന്നു കുറച്ചിട്ട് അവരുടെ ഫൈറ്റൊക്കെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് യു ഗൈസ് വിൽ ഗെറ്റ് എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, പിന്നെ അത് അന്ന് പറഞ്ഞുകൂടെ, അല്ലെങ്കിൽ അന്ന് പറഞ്ഞുകൂടായിരുന്നു, അന്ന് കേസ് കൊടുത്തുകൂടായിരുന്നു, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ലായിരുന്നോ ജസീല പർവീൻ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ഓരോരുത്തർക്ക് അവരുടെ ആ ട്രോമ സ്ട്രെസ് എന്നൊക്കെ വരാൻ കുറച്ച് സമയം പിടിക്കും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഓക്കെ, അത് എപ്പോൾ പറഞ്ഞാലും പറഞ്ഞാൽ മതി, പറഞ്ഞല്ലോ അവർ. ഇറ്റ്സ് റിയലി ഗുഡ്, ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓണമൊക്കെ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിക്കും. ഓക്കെ, നമുക്ക് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും ഓണവും വിഷുവും പെരുന്നാളൊക്കെ തന്നെയാണ്. ലൈഫ് എപ്പോഴും ഒരു എൻജോയ് മൂഡിൽ പോകുന്ന ഒരാളാണ് ഞാൻ. സോ ഒരു സ്പെഷ്യൽ ഡേ അങ്ങനത്തെ ഒക്കേഷൻസൊക്കെ വളരെ കുറവാണ്. അതാണ് നിങ്ങളെല്ലാവരും അടിച്ച് പൊളിക്കും. ഓക്കെ.